ഇറ്റ്സ് വിളിച്ചസ് കൊച്ചിക്കാരി അച്ചായത്തി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഞാനും എന്റെ പജേറോയും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത്. കാരണം എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, ഇന്നലെ നമ്മൾക്കെതിരായിട്ട്, നമ്മളുടെ ഈ ഒരു വണ്ടിക്കെതിരായിട്ട് എനിക്കെതിരായിട്ട് ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്നെ വെറുക്കുന്ന ഒരുപാട് ആളുകൾ, എന്നെ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആളുകൾ വരെ എനിക്ക് ആക്ച്വലി ആ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ഇന്നലെ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ലായിരുന്നു. എന്നാലും അതിൽ കുറച്ച് വ്യക്തത വരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടിട്ടാണ് ഇന്നിപ്പോ നമ്മൾ ഇതേ ഇവനെയും കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടോ, ഒരു പറമ്പിൽ വന്നിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ക ഒരു എന്താ പറയാ, കാടും പുല്ലൊക്കെ പിടിച്ചടക്കുന്ന ഒരു സ്ഥലത്തുണ്ടെന്നാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ വണ്ടി ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ആദ്യമേ തന്നെ പറയാം, എനിക്ക് ഫ്രീ ആയിട്ട് ഒരു പണിക്കാരനെ കിട്ടി. ലൈക്ക് ഒരു ബൗബൗ, കൊരക്കും പറ്റി കടിക്കില്ല എന്ന് കേട്ടിട്ടില്ലേ, അത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഞാൻ ഈ ഒരു വണ്ടീനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ വണ്ടി എനിക്കൊരു 1 year ബാക്കാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. അത് സെയിലിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ അന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളർ അല്ലായിരുന്നു വണ്ടിക്ക്, കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ കളറായിരുന്നു. ഇപ്പൊ ഇതിപ്പോ 2009 മോഡൽ വണ്ടിയാണ്. ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റീപെയിന്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഏകദേശം ഒരു 2.5 ലക്ഷം രൂപയുടെ വർക്ക് ഓൾറെഡി ഇതിൽ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് ക്ലച്ചും ഷോക്ക് അബ്സർബറും ബുഷും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടേക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ മുതുമുത്തച്ഛനെ വരെ തേടിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. കളിയാക്കി തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു വണ്ടി നിലവിൽ ഇപ്പൊ ഈ വണ്ടി യൂസ് ചെയ്യുന്ന ഓണറിന്റെ അടുത്ത് നമ്മൾ ഈ ഒരു വണ്ടി വന്ന സമയത്ത്, എൻ്റെ കയ്യിലേക്ക് വന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പോൾ അതിൽ ഇന്നലത്തെ ആ ഒരു ട്രോൾ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ വണ്ടി എന്താണ് കല്ലെങ്കിൽ എന്തൊക്കെയോ തട്ടിയിട്ട് മറിഞ്ഞ വണ്ടിയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആൾട്ടോയല്ല, പജേറോയാണ്. കാടും മലയും കുന്നും ഒക്കെ കയറി പോകുന്ന ഒരു വണ്ടിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ റോട്ടിലൊന്നും അല്ല ഓടിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് കാട്ടിൽ തന്നെ കൊണ്ടുവരേണ്ട ഒരു വണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിലും എന്നല്ല, അങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു വണ്ടിയാണ്. ആ ഒരു വണ്ടീനെ ആ ഒരു ട്രോള് ചെയ്ത വ്യക്തിയുടെ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, പുള്ളിയും ഒരു ചെറിയ രീതിയിലൊക്കെ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിട്ട് പോലും ഈ വണ്ടീനെ എടുത്തിട്ട് ട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്ത് പൊട്ടനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ വണ്ടി എന്താണെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഈ ഒരു വണ്ടി വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 10 ലക്ഷത്തിന് മേലെ ആളുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആളുകൾ കാണുന്നുണ്ട്. എൻ്റെ ഹേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടപ്പെടുന്നവരായിക്കോട്ടെ കാണുന്നുണ്ട്. പക്ഷെ അതിലൊരു 100 പേരെ ചിലപ്പോൾ ഈ പറഞ്ഞ വണ്ടി ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. ബാക്കി ആരും ഈ വണ്ടി ഓടിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ വണ്ടി ഓടിച്ചവർക്കും ഈ വണ്ടി യൂസ് ചെയ്യണവർക്കും മാത്രമേ ഈ വണ്ടിയുടെ വില എന്താണെന്നുള്ളത് അറിയാൻ പാടുള്ളൂ. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്നെ ഇൻസ്റ്റഗ്രാമിൽ 10,000 ഫോളോവേഴ്സ് ഉള്ളപ്പോൾ മുതൽ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് എന്നെ ഇപ്പോഴും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ റീസെന്റ് ഒരു കോളീസ് ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു 2 weeks കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ആ വണ്ടി വരത്തുള്ളൂ. ഇപ്പൊ നിലവിൽ പക്ക ഒരു സ്ക്രാപ്പ് കണ്ടീഷനിലാണ് വണ്ടി ഇപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊളിക്കാൻ കൊണ്ടുപോയി ഇട്ടേച്ച വണ്ടിയാണ് ഞാൻ എടുത്ത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ചീപ്പ് റേറ്റിൽ തന്നെ എനിക്ക് കിട്ടിയിരിക്കുന്നതും അത് വേറൊരു കാര്യം. അപ്പൊ നിലവിൽ ഇപ്പൊ ആ ഒരു വണ്ടിയുടെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ കളറാണ്. പക്ഷെ ആ വണ്ടി എൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വണ്ടിയുടെ കളർ മാറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വണ്ടി. കാരണം ഈ വണ്ടിയുടെ ഇതിപ്പോ നിലവിൽ 2nd ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ആദ്യത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു അടിപൊളി പർപ്പിൾ കളറായിരുന്നു. അപ്പൊ നിലവിൽ ഇപ്പോഴത്തെ ഈ ഓണറിന്റെ കയ്യിലേക്ക് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് വണ്ടിയുടെ കളർ മാറ്റണമെന്ന് തോന്നി. പുള്ളി അപ്പൊ അത് ഒരു യെല്ലോ കളറിലേക്ക് ആക്കി. അതിപ്പോ ഇത്ര വലിയ തെറ്റാണോ? നമ്മൾ കളർ മാറ്റിയിട്ട് RC ബുക്കിൽ നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ വിഷയമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതുവരെ ഒരു പ്രശ്നമാക്കി എടുത്തിട്ട് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു വണ്ടിയുടെ കളർ മാറ്റണം എന്നൊക്കെ ഉള്ളത് നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് അല്ലേ. അതിനേക്ക് ഇങ്ങനെ എന്തിനു വേണ്ടിയിട്ടാണ് അത് അഭിമുഖീകരിച്ച് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയാൻ പാടില്ല ആക്ച്വലി. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ആക്സിഡന്റ് ആയ വണ്ടിയാണ്, നീ ആൾക്കാരെ പറ്റിച്ചതല്ലേന്ന്.
ഞാൻ എപ്പോഴാണ് ആൾക്കാരെ പറ്റിച്ചത്? ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടില്ല എന്ന്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വണ്ടിയുടെ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ഒരു 19 പേര് എങ്കിലും, 19 അല്ല അതിനും മേലെ ആളുകൾ എൻ്റെ വീടിന്റെ താഴെ വന്നിട്ട് ഈ വണ്ടി നോക്കിയിട്ട് പോയിട്ടുണ്ട്. അന്ന് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ട്, ചേട്ടാ ഇന്ന കാര്യങ്ങളുണ്ട്, ഇത്ര രൂപക്ക് ഈ വണ്ടി പണിതിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നെല്ലാം പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഓരോ കസ്റ്റമർ വരുമ്പോഴത്തേക്കും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അല്ലാതെ ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ, നല്ല വണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും കരുതുന്ന ഒരു കാര്യമുണ്ട്, ഈ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ വളരെ അടിപൊളി വണ്ടികളാണെന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വണ്ടികളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും ഡിസ്കണ്ടിന്യൂ ചെയ്ത്, പല വണ്ടികളും ഡിസ്കണ്ടിന്യൂ ചെയ്ത് ആ വണ്ടികളാണ് നമ്മുടെ കേരളത്തിലുള്ള പല ആളുകളും ഇങ്ങോട്ടേക്ക് വണ്ടി എടുത്തുകൊണ്ടുവന്നത്. പക്ക ഒരു സ്ക്രാപ്പ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അവിടുന്ന് സ്ക്രാപ്പായിട്ട് വരുന്ന വണ്ടികളാണ് ഇവിടെ വന്നിട്ട് അത് നന്നാക്കിയൊക്കെ കൊടുത്ത് നമ്മളാണെങ്കിൽ പോലും എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഞാൻ ഒരിക്കലും അതർ സ്റ്റേറ്റ് വണ്ടികൾ ഞാൻ പൊക്കി പറയത്തില്ല. എന്തുകൊണ്ടും KL രജിസ്ട്രേഷനിലുള്ള വണ്ടികളാണ് എപ്പോഴും കുറച്ചും കൂടെ നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. എന്നാൽ പോലും ഉടായ്പണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ അതർ സ്റ്റേറ്റ് വണ്ടികളുടെയൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത് ആക്സിഡന്റ് ഒന്നും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എന്നൊക്കെയാണ്. ഈ പറഞ്ഞ ഇന്നോവ, ഫോർച്യൂണറൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേസ് വെൽഡ് ചെയ്തിട്ട് വരെ ഇവിടെ നമ്മുടെ നാട്ടിൽ വണ്ടികൾ ഇറങ്ങുന്നുണ്ട്. ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അതാണ്. അപ്പൊ ഞാനിതിപ്പോ ഇതിനെ ന്യായീകരിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. വണ്ടി ആക്സിഡന്റ് ആയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് റോഡിങ്ങിന് പോകുമ്പോഴത്തേക്കും നോർമലി എന്താ പറയാ, ഈ പറഞ്ഞ പോലെ കല്ലും വലിയ പാറക്കെട്ടൊക്കെയാണ്, പാറകളൊക്കെ നിൽക്കുന്ന വഴി കൂടെയാണ് നമ്മൾ ഈ വണ്ടിയും കൊണ്ട് പോകുന്നത്. ഈ വണ്ടി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആ ടയറും കാര്യങ്ങളൊക്കെ അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം ഓഫ് റോഡിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ പിന്നെ അത് ഓഫ് റോഡിങ്ങിന് കൊണ്ടുപോകാതെ പിന്നെ വീട്ടിൽ തന്നെ ചില്ലും കൂട്ടിൽ അടച്ചിടാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ വണ്ടി എടുക്കാൻ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാൻ വന്നവര് എന്ത് വിചാരിച്ചിട്ടായിരിക്കും? ഒന്ന് പട്ടി ഷോ കാണിക്കണം. ഞാനാണെങ്കിൽ അകത്തിന് വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് പട്ടി ഷോ കാണിക്കണം, പിന്നെ ഒന്ന് നമുക്കൊന്ന് ട്രാവൽ ചെയ്യണം, പിന്നെ ഏതെങ്കിലുമൊക്കെ കുണ്ടും കുഴിയിൽ കൊണ്ടുപോകണം, മലകളും കാടുകളും എല്ലാത്തിനും നമുക്ക് കയറി ഇറങ്ങണം ഈ വണ്ടി കൊണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ ആക്ച്വലി ഈ വണ്ടിയൊക്കെ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ കസ്റ്റമർക്ക് ഒരു കുഴപ്പമില്ല. പുള്ളി അങ്ങനെ പറഞ്ഞത്, എനിക്ക് ഈ വണ്ടി ഇപ്പൊ അവിടെ കിടക്കുന്നുണ്ടിട്ട് എനിക്ക് ഒരു കുഴപ്പമില്ല. ആവശ്യക്കാര് വണ്ടി മനസ്സിലാക്കി അല്ലെങ്കിൽ വണ്ടിനെ പറ്റിയിട്ട് അറിഞ്ഞു വരുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വണ്ടി കൊടുക്കുള്ളൂ എന്നാണ് കസ്റ്റമർ പറഞ്ഞേക്കണം. ബിക്കോസ് ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നിലവിലുള്ള ഓണർ ആണെന്നുണ്ടെങ്കിൽ പോലും അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് ഈ വണ്ടിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്. കാരണം എൻ്റെ അറിവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിരിക്കുന്നത് ഈ വണ്ടിയാണ് കേട്ടോ. പജേറോയിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഓടിച്ചിരിക്കുന്നത് ഈ വണ്ടിയാണ്. അത് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതുപോലെ പറയണമല്ലോ. അതുകൊണ്ടിട്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത. ഇന്ന് എനിക്ക് രാവിലെ വരെ ഈ ഒരു നിമിഷം വരെ പല ആൾക്കാരും എനിക്ക് വീഡിയോസ് അയച്ചുകൊണ്ടിരിക്കണം, നീ നാട്ടുകാരെ പറ്റിക്കണല്ലേ, നാട്ടുകാർ ഊമ്പിക്കുക, അങ്ങനത്തെ വർത്താനം വരെ പറഞ്ഞു. ഞാൻ ആരെയും ഇതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ പറ്റിച്ചിട്ടില്ല. ഒരാളെ പോലും ഞാൻ കച്ചവടം ഞാൻ ചെയ്തിട്ടില്ല. ഉള്ളതുപോലെ പറഞ്ഞിട്ടേ കൊച്ചിക്കാർ ഇതുവരെ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ പോലും വിറ്റിട്ടുള്ളൂ. അത് എൻ്റെ ഏത് കസ്റ്റമർ ആയിക്കോട്ടെ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക്. എനിക്ക് അതിൽ ഒരു വിഷയമില്ല. ഇന്നും എൻ്റെ അടുത്തുനിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് ഇന്നും എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും വണ്ടികൾ എടുക്കുന്നുണ്ട്. ഞാൻ വളരെ സെലക്റ്റീവായിട്ട് മാത്രമാണ് പല വീഡിയോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ തന്നെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ സൈഡിൽ കൂടെ. ബിക്കോസ് ഞാൻ ഈ ഒരു വണ്ടി കച്ചവടം മാത്രമല്ല ഞാൻ ചെയ്യുന്നത്, എനിക്ക് വേറെ എൻ്റെ പല ബിസിനസ് ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് എല്ലാം നാട്ടുകാരെ ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. പക്ഷേ നീ നാട്ടുകാരെ പറ്റിച്ചു എന്നുള്ള ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് തീരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്കതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ആലോചിച്ചിരുന്നു, നമ്മളിപ്പോൾ ഒരു റൂട്ടിൽ കൂടെ പോകുന്ന സമയത്ത് കുറേ പട്ടികൾ ഇങ്ങനെ വഴി കിടന്ന് കുരക്കാനായിട്ടുണ്ടാവും. നമ്മളത് നോക്കി അതിനെ കല്ലെറിഞ്ഞ് ഓടിക്കേണ്ട കാര്യം. കുരക്കുന്ന പട്ടി സത്യം പറഞ്ഞാൽ കടിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അവൻ എന്നെ വിറ്റിട്ട് 10 പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ. അവനവിടെ 10,000 രൂപ ഉണ്ടാക്കും, ഞാനിവിടെ 1,00,000 രൂപയെങ്കിലും ഞാൻ ഉണ്ടാക്കും. അതാണ് എൻ്റെ രീതി. ഇപ്പൊ ഈ ഒരു വണ്ടിയുടെ ട്രോൾ വീഡിയോയും കാര്യങ്ങളും ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇറങ്ങിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. വണ്ടിക്ക് ഫ്രീ പ്രൊമോഷൻ ആണ് ഗൈസ്. അതുപോലെ തന്നെ എനിക്കും ഫ്രീ പ്രൊമോഷൻ ആണ്. ഞാൻ വേറെ ഒരു പണിക്കാരൻ എനിക്ക് പൈസ കൊടുത്ത് വെച്ച് എനിക്ക് ട്രോൾ വീഡിയോസ് എനിക്ക് ഇറക്കേണ്ട കാര്യമില്ലല്ലോ. ആരെങ്കിലും ഒക്കെ ഒന്ന് ട്രോൾ ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. എനിക്ക് അതേ പറയാനായിട്ടുള്ളൂ. എന്തായാലും നീ ട്രോൾ ചെയ്യണതിന്റെ അത്ര നീ ട്രോൾ ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം എനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടും, അവന് റീച്ച് കിട്ടുമ്പോൾ എനിക്ക് പൈസയും കിട്ടും. ഞാൻ അത്രേ കരുതുന്നുള്ളൂ. കാരണം പുള്ളിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ വരെ എടുത്ത് ട്രോൾ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അത് ഇപ്പൊ ഞാൻ ചിരിച്ചാണ് പറയുന്നത്, പക്ഷെ
പൈസ ഉള്ളവൻ എറിഞ്ഞു കളിക്കുന്നു. ഈ ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒക്കെ തീരണ വരെ ഉള്ളൂ ഈ കാര്യങ്ങളെല്ലാം. അത് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും അവരുടേതായിട്ടുള്ള വഴികളിലേക്ക് തിരിയും. ഇപ്പൊ പുള്ളിയിലാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ സുജിൻ, എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ് പുള്ളിനെ. പുള്ളിക്കാണെന്നുണ്ടെങ്കിൽ 2 മക്കളൊക്കെ, അവരെയൊക്കെ നോക്കണ്ടേ? നീ എന്നെ വല്ല മണ്ണാണ് തിന്നുന്നത്? എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കണേണ്. പിന്നെ നീ എന്തോരം വേണമെന്നുണ്ടെങ്കിൽ ട്രോൾ ചെയ്തോ, എനിക്ക് അതിലൊരു കുഴപ്പമില്ല. ബിക്കോസ് ട്രോൾ ചെയ്യുന്നത് നല്ലതാണല്ലോ. എനിക്ക് അതിലിപ്പോ അതിൽ ഒരു സങ്കടമോ കാര്യങ്ങളോ ഒന്നുമില്ല. നിനക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നീ ട്രോൾ ചെയ്തോ. എനിക്കതൊരു നിനക്ക് റീച്ച് ആകുമ്പോൾ എനിക്ക് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നുണ്ട്, എനിക്ക് ഫോളോവേഴ്സ് കയറുന്നുണ്ട്, അത് തന്നെ മതി. അപ്പൊ എനിക്ക് അരി മേടിക്കാലോ. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. ട്രോള് ചെയ്യുന്നതിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ വണ്ടി എന്താണെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞതിന് ശേഷം ആ വീഡിയോ ഇട്ടിരുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഇതിനൊരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ആയിട്ട് ഞാനൊരു വീഡിയോ ഞാൻ ചെയ്യത്തില്ലായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ചിരിയാ വന്നത്. ഞാൻ ആൾക്കാരെ പറ്റിക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു വന്നത്. മെസ്സേജ് അയക്കുന്ന കുറെ വാഴകളുണ്ടല്ലോ, അവര് ആദ്യം നല്ലത് പറയണം. എന്റെ കൂടെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ 10,000 ഫോളോവേഴ്സ് ഉള്ള സമയം മുതൽ എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. അത് എന്തുകൊണ്ടിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ തെരഞ്ഞെടുത്ത ഒരു ഫീൽഡ് എനിക്ക് ഇതുവരെ ഒരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഒരു പെൺകുട്ടി സ്വാഭാവികമായിട്ട് വരുമ്പോൾ നല്ല അസൂയ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് നിനക്കുള്ളത്. നിനക്ക് നല്ല കുഷ്ടമുണ്ട്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ തമാശയായിട്ട് ഞാൻ പറയും, നീ നല്ലൊരു കുടുംബശ്രീ പെണ്ണിനെ പോലെയാണ് ഇപ്പൊ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് എന്താണ് നമ്മൾക്ക് ട്രോൾ ചെയ്യുന്നല്ലോ അങ്ങനെയൊന്നും എനിക്കൊരു വിഷയമേ ഇല്ല. നീ അങ്ങനെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി, എനിക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വേറൊരാളുടെ കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു കാര്യം പറയട്ടെ, നിന്നെ കൊണ്ട് ഈ കൊല്ലമൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വണ്ടി എടുക്കാൻ പറ്റില്ല മോനെ. അത് ഉറപ്പിച്ച് ഞാൻ പറയാം. ചിലപ്പോൾ 2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ ഒരു ചലഞ്ച് ആക്കി നീ എടുത്തിട്ട് ചിലപ്പോൾ വണ്ടി വാങ്ങിക്കുമായിരിക്കും. വാങ്ങിച്ചോ, എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പം, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കൊല്ലം ഇങ്ങനൊരു വണ്ടി നിന്നെ കൊണ്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല, നിനക്ക് പറ്റില്ല. അത് ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇനി അങ്ങനെ നിനക്ക് വാശിയുണ്ട്, നീ എടുക്കുന്നുണ്ടെങ്കിൽ നീ എടുത്തു. ഈ വണ്ടി എടുക്കണോ ഞാൻ പറയില്ല, വേറെ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നീ എടുത്തോ. ഇത് കൊച്ചിക്കാരിയുടെ ഒരു വെല്ലുവിളിയായിട്ട് നീ കൂട്ടിക്കോ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ റിയാക്ഷൻ വീഡിയോസ് ആക്ച്വലി എനിക്ക് ഇടുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും ഗോ വിത്ത് ദ ഫ്ലോ, ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. എനിക്ക് ഒരുപാട് ട്രോൾസും നെഗറ്റീവ് കമന്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഞാൻ റിയാക്ട് ചെയ്യാറുള്ളൂ. കാരണം ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതൊക്കെ. ആരും തെരഞ്ഞെടുക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക പെൺകുട്ടികളും തെരഞ്ഞെടുക്കാത്ത ഒരു ഫീൽഡാണ് വണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ. ഒരുപാട് റിസ്ക് ഉണ്ട് ഇതില്. ആ ഒരു റിസ്ക് എല്ലാം അറ്റൻഡ് ചെയ്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് ഒരുപാട് ചതികളും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തളരാത്ത വേറൊന്നുമല്ല, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നും അല്ല ഇത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയാം. എത്ര വണ്ടി ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരാളെ അല്ലാട്ടോ ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. ബിക്കോസ് ഞാൻ വളരെ സെലക്റ്റീവായിട്ട് മാത്രമേ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇടാറുള്ളൂ. ഞാൻ പുറത്ത് ഒരുപാട് വണ്ടികൾ ഞാൻ കച്ചവടം ചെയ്യുന്നുണ്ട്. എനിക്ക് വെറുതെ എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു സ്റ്റാറ്റസ് ഇട്ടാൽ മതി, ഇതേ ഇന്ന വണ്ടി ഉണ്ട് കേട്ടോ, ഇന്ന വണ്ടി കൊടുക്കാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വെറുതെ ഇട്ടാൽ മതി. എടുത്തോണ്ട് പോകാൻ ആൾക്കാരുണ്ട് ഗൈസ്. എനിക്ക് അതുകൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇനി ഈ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മേ ബി അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരുമായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു വണ്ടി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ എന്താ പറയാ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അതിനെ പറ്റിയിട്ട് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ അവക്കെതിരെ ഉടായ്പിനെതിരെ നിങ്ങൾ കേസ് കൊടുക്കുക. അങ്ങനെ ഞാൻ എന്തുടായ്പ കാണിച്ചെന്നാ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ താഴെ കമന്റ് ഇടാനായിട്ട് വെറും പോങ്ങന്മാര് വേറെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളുണ്ടല്ലോ ഒരു സമയത്ത് എല്ലാവരെയും ഏത് സെലിബ്രിറ്റി ആയിക്കോട്ടെ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കയറ്റി നമ്മൾ ഒരു ലെവലിലാക്കി നിർത്തും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരൊറ്റ ഇടലാണ്, ഒരൊറ്റ തള്ളു പറയില്ല. അതുപോലെയാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് അതിലൊന്നും ഒരു വിഷയമേ ഇല്ല, ഞാനത് കെയർ ചെയ്യുന്നില്ല. ഞാൻ എന്താ ചെയ്യണേന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഇതിൽ ഓപ്പൺ ആയിട്ട് ഞാൻ പറയാലോ, ഇനി ഒരിക്കലും ഇതുവരെ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഇനി പറ്റിക്കുകയുമില്ല. എനിക്ക് അങ്ങനെ പറ്റിച്ച് മുമ്പിച്ച് തിന്നണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, ചെയ്യുകയുമില്ല. ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും. കാരണം ഇതിനു മുമ്പ് എൻ്റെ പല ആളുകളും എൻ്റെ പാർട്ട്നേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ ഉടായ്പ കാണിച്ചാലേ കച്ചവടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. ഒരിക്കലും ഇല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. മാന്യമായിട്ട് വണ്ടിയുടെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഉണ്ടല്ലോ വളരെ പുഷ്പം പോലെ വണ്ടി പോകും. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം അത്രത്തോളം വണ്ടികൾ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക്
സിമ്പിളായിട്ട് എനിക്ക് പറയുന്ന കാര്യമുള്ളൂ. ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നും അല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ട്രോള് ചെയ്യുന്നവർ അവിടെ കിടന്ന് ട്രോൾ ചെയ്തോ, ഐ ഡോണ്ട് കെയർ, അത്രേ ഞാൻ പറയുള്ളൂ.